അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കോടികൾ. ശബരിമല സന്നിധാനത്തെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ നീക്കമെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. കോടികൾ സംഭാവന നൽകുന്നവർക്ക് ശബരിമലയിൽ സുഖതാമസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസി വ്യവസായികളെ ഇതിനായി അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു. സംഭാവനയ്ക്കനുസരിച്ച് ഇനം തിരിച്ചുള്ള പ്രിവിലേജ് കാർഡ് ഇവർക്ക് നൽകും. 3 കോടിക്ക് മുകളിൽ നൽകുന്നവർ ഡയമണ്ട് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ഇവർക്ക് വർഷത്തിൽ 5 ദിവസം സൗജന്യ താമസവും അനുബന്ധ സൗകര്യങ്ങളും ലഭ്യമാകും. പ്രസാദ കിറ്റും പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണനയും ലഭിക്കും. 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ നൽകിയാൽ പ്ലാറ്റിനം കാറ്റഗറിയാണ് ലഭിക്കുക. മണ്ഡലപൂജ കാലയളവിൽ ഇവർക്ക് 5 ദിവസം സൗജന്യ താമസം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, അത് നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ മുൻപിൽ അയ്യപ്പന്മാർ ഇന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന ആ ഭക്തരെ പണമുള്ളവരും ഇല്ലാത്തവരും എന്നൊക്കെയുള്ള വേർതിരിവിലേക്ക് നയിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പുതിയതായി വരുന്നത് ഈ ലോക കേരള സഭയിൽ ഉൾപ്പെടുന്ന ആളുകളെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെയാണ് അവർക്ക് മുന്നിലേക്ക് സർക്കാർ വയ്ക്കുന്ന ഒരു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വെക്കുന്ന ഒരു പുതിയ ഓഫറാണ് സംഭാവനയ്ക്കനുസരിച്ച് പ്രത്യേക സൗകര്യങ്ങൾ എന്നുള്ളത്. ഒരു പാക്കേജ് നൽകുന്നത് പോലെ എങ്ങനെയാണോ ഒരു ട്രാവൽ കമ്പനിയൊക്കെ പാക്കേജ് നൽകുന്നത്, അതുപോലെയുള്ള പാക്കേജാണ് ശബരിമല ദർശനത്തിന് നൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ സംഭാവന നൽകുന്ന ആളുകൾക്ക് ഒരു ശബരിമലയിൽ 5 ദിവസം സൗജന്യ താമസമുണ്ട്. മണ്ഡലപൂജ കാലത്താണ് അവർക്ക് താമസം ലഭിക്കുക. അവരെ പ്ലാറ്റിനം കാറ്റഗറി എന്നാണ് വിളിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 3 കോടിക്ക് മുകളിൽ സംഭാവന നൽകുന്ന ആളുകൾക്ക് ശബരിമലയിൽ 5 ദിവസം, അത് മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും മാസപൂജകൾക്കും അതോടൊപ്പം തന്നെ ഉത്സവത്തിനും വിശേഷ ദിനങ്ങൾക്കും എന്ന രീതിയിലൊക്കെ അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ആ ദിവസങ്ങളിൽ ശബരിമലയിൽ പൂർണ്ണമായ സൗജന്യ താമസം, അവർക്ക് പമ്പയിൽ പാർക്കിങ്ങിന് മുൻഗണന, അതോടൊപ്പം തന്നെ പ്രസാദ കിറ്റ് തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണ് ദേവസ്വം ബോർഡ് ഓഫർ ചെയ്യുന്നത്. അങ്ങനെ ലോക കേരള സഭയിൽ സർക്കാരിൻ്റെ അനുകൂലികളായി പങ്കെടുക്കുന്ന ആളുകളെ അയ്യപ്പ സംഗമത്തിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നു. ഇതിപ്പോൾ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ആളുകളെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്ന സ്വാഭാവികമായും വിശ്വാസികൾ പോലും പങ്കെടുക്കില്ല എന്ന ഹൈന്ദവ സംഘടനകൾ പറഞ്ഞൊരു പരിപാടിയിൽ അത്തരം ആളുകളെയൊക്കെ കൊണ്ടുവരുന്നത് സർക്കാരിൻ്റെ ഒരു കാര്യമാണ്. അത് ഓക്കെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വരുന്നത് അതിൻ്റെ പേരിൽ അയ്യപ്പ ഭക്തരെ ഇപ്പോൾ വേർതിരിവിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പണത്തിൻ്റെ പേരിൽ പണം നൽകുന്നതനുസരിച്ച് അയ്യപ്പ ഭക്തരെ വേർതിരിച്ച് പ്രത്യേക കാറ്റഗറികളായി തിരിക്കുന്നു. ഇത്രയും കാലം ശബരിമലയിൽ എത്തുന്നവരെല്ലാവരും അയ്യപ്പന്മാരായിരുന്നു, എല്ലാവരും സ്വാമിമാരായിരുന്നു. സ്വാമി എന്നല്ലാതെ ഒരു വിളി പോലും നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുകയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഡയമണ്ട് സ്വാമിയും പ്ലാറ്റിനം സ്വാമിയും എന്നൊക്കെയുള്ള വിളികൾ കേൾക്കേണ്ടി വരുമോ ശബരിമലയിൽ എന്നുള്ളതാണ് ഇതിലെ ഒരു ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞു ഇത്തരത്തിലുള്ള വേർതിരിവ് കൊണ്ടുവരുന്നതിന്. നാളെ പണം വാങ്ങിച്ച് കൂടുതൽ ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുമോ എന്നുള്ള ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഈ നയങ്ങൾക്കെതിരെ വലിയ വിമർശനവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.